കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ തിരുവാരപ്പെട്ടി മഹാദേവ ക്ഷേത്രത്തിൽ കൊടിയേറ്റ്. ഇനി 8 നാൾ ഉത്സവലഹരി. കൈലാസനാഥന്റെ സാന്നിധ്യം തുളുമ്പുന്ന തിരുവാരപ്പെട്ടി മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ തിരുവുത്സവത്തിന് കൊടിയേറി. മീനമാസം 1-ാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം നൂറുകണക്കിന് ഭക്തജനങ്ങളെ സാക്ഷി നിർത്തിയാണ് ക്ഷേത്ര ശ്രീകോവിലിനു മുന്നിലെ കൊടിമരത്തിൽ ഉത്സവധ്വജം ഉയർന്നത്. ക്ഷേത്രം തന്ത്രി തരണനല്ലൂർ കിടങ്ങശ്ശേരി രാമൻ നമ്പൂതിരിപ്പാട്, തന്ത്രി പ്രതിനിധിയും ശബരിമല മുൻ മേൽശാന്തിയുമായ പുത്തിലത്ത് മഹേഷ് നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി കടുത്തേടത്ത് പാഴൂർ മനക്കൽ വൃശ്ചിക് വാസുദേവൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് കർമ്മങ്ങൾ നടന്നത്. ശരണം വിളികളാലും വാദ്യമേളങ്ങളാലും മുഖരിതമായ അന്തരീക്ഷത്തിൽ നൂറുകണക്കിന് ഭക്തർ ഈ പുണ്യമുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു. മീനമാസം 1-ാം തീയതി ആരംഭിച്ച ഉത്സവ ആഘോഷങ്ങൾ 8-ാം തീയതി രാവിലെ നടക്കുന്ന ആറാട്ടോടുകൂടി സമാപിക്കും. 8 ദിവസങ്ങളിലും ക്ഷേത്ര ചടങ്ങുകൾക്കൊപ്പം വിശേഷാൽ പൂജകൾ, പരമ്പരാഗത ക്ഷേത്ര കലകൾ, സാംസ്കാരിക പരിപാടികൾ, അന്നദാനം എന്നിവയും നടക്കും. 2-ാം ദിവസം രാത്രി 8-ന് ഭക്തി നിർഭരമായ കൊടിപ്പുറത്ത് വിളക്ക്, 5-6 ദിവസങ്ങളിൽ രാവിലെ 10-ന് ദർശന പുണ്യം പകരുന്ന ഉത്സവ ബലി, 7-ാം ദിവസം വൈകിട്ട് കലാപീഠം സന്തോഷ് മാരാരുടെ പ്രമാണത്തിൽ 40ഓളം വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന വിസ്മയകരമായ ആൾത്തറമേളവും കാഴ്ചശീവേലിയും, രാത്രി 9-ന് വലിയ വിളക്കും വലിയ കാണിക്കയും നടക്കും. എല്ലാ ദിവസവും പുലർച്ചെ രുദ്രാഭിഷേകവും തുടർന്ന് ഗണപതി ഹോമവും ഉണ്ടായിരിക്കും. നാടും നഗരവും ഭക്തിയുടെ നിറവിൽ അണിഞ്ഞൊരുങ്ങുമ്പോൾ വാരപ്പെട്ടി മഹാദേവന്റെ അനുഗ്രഹം തേടി വരും ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രമുറ്റത്തെത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.